മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെ ഉള്ളതെന്നുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്മിത ചേച്ചിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. സ്മിത ചേച്ചിയുടെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും അധ്യാപകരാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും ചിലത് പഠിപ്പിക്കാനുമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? വരും. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അധ്യാപക കുടുംബത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്മിത ചേച്ചി നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ചേട്ടാ, ബിജു ചേട്ടാ നമസ്കാരം. യെസ്, ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ചേച്ചി സിംഗറാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ചേട്ടൻ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് അത് പഠിപ്പിക്കുന്നത്? ഞാൻ കീബോർഡ്, ഗിറ്റാർ, വയലിൻ, ഡ്രംസ്, പിയാനോ, അക്കോർഡിയൻ, മെലഡിക്ക, ഫ്ലൂട്ട് അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ, അപ്പൊ ഒരു ഷോക്ക് ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ആവശ്യമില്ലല്ലോ. ഈ പരിപാടി ചെയ്യാറുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നത്? എല്ലാം കൂടെ ചെയ്യാം, പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി സപ്പോർട്ട് വേണം. കാര്യം ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തൊരു ഇൻസ്ട്രുമെന്റ് ഓരോരോ കറി, ഒരു കറി വെച്ചിട്ട് വേറെ കറി വെക്കുന്ന പോലെ അതിൻ്റെ അകത്ത് കുറേ തടസ്സം വരും. അങ്ങനെ ഷോ ചെയ്യാൻ പാടാം. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഇവിടുത്തെ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് രണ്ടുപേരുണ്ട്, 2 പിള്ളേരുണ്ട്. മൂത്ത ആളുടെ പേര് പ്രിയ. പുള്ളി ദുബായിൽ സ്കൂൾ ടീച്ചറാണ്. ഹിന്ദിയാണ് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. പുള്ളി അതിൻ്റെ അകത്ത് MA, MPhil, B.Ed അങ്ങനെ കുറെ കോഴ്സ് ഹിന്ദി സംബന്ധമായിട്ട്. രണ്ടാമത്തെ ആള് ലണ്ടനിലാണ്. പുള്ളി 3 വർഷത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് പാസ്സായി. ഇനി 2 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പൊ ആ പുള്ളി ബേസ് ഗിറ്റാർ നല്ല അടിപൊളിയായിട്ട് വായിക്കും. അപ്പൊ അവിടെ ബേസ് ഗിറ്റാറിന്റെ ക്ലാസ് ഒക്കെ പുള്ളി എടുക്കുന്നുണ്ട്. ചേട്ടൻ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേരും പ്രശസ്തിയും ലണ്ടനിലും പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ, അതെ പ്രാർത്ഥിക്കുന്നു. വേറൊരു പേരിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞെട്ടിച്ച് വേറൊരു കാര്യമുണ്ട്. ഇവിടെ കയറി വരുമ്പോ തന്നെ ബാർ എന്ന് പറഞ്ഞൊരു ബോർഡാണ്. ഞാൻ വെച്ച് പടച്ചോന് ലൊക്കേഷൻ മാറിപ്പോയാ ബാറിലോട്ടാണോ ഉള്ളത്? ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞത്. ചേട്ടൻ തന്നെ പറ, അത് എന്താണ് ബാറെന്ന്? എൻ്റെ പേര് ബിജു എന്നാണ്. ഫുൾ നെയിം ബിജു വർഗീസ് എന്നാണ്, എന്നാലും ഷോർട്ടായിട്ട് ബിജു എന്നാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ റെഡ് കളറിൽ ചുമല കളറിൽ ഇങ്ങനെ BAR നമ്മൾ വഴിയിൽ കൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണുമല്ലോ. അപ്പോൾ ഈ പേര് നമ്മളുടെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനത് എൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പേര് ബാർ എന്നാക്കി. ബിജൂസ് ഓഡിയോ റെക്കോർഡിംഗ് ബാർ. അപ്പോൾ ഇനി എല്ലാവരും യാത്ര ചെയ്ത് BAR എന്ന് കാണുമ്പോൾ, ബാർ എന്ന് കാണുമ്പോൾ അടിക്കുന്ന അത് ഓർക്കണ്ട, എന്നെ ഓർത്താൽ മതി. ബിജൂസ് ഓഡിയോ റെക്കോർഡിംഗ്. ഓക്കെ, ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ചേട്ടൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും അതിനകത്ത് 2 ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അടുത്തിരിക്കുന്ന ഒരു ഫ്ലൂട്ടാണ്. അതെ, സൂപ്പർ, അടിപൊളി. ചേച്ചിക്ക് ഇതേപോലെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് കണ്ടിട്ട് ഇതൊന്നും എനിക്ക് പഠിക്കണമല്ലോ എന്നൊന്നും തോന്നിയിട്ടില്ലേ? ഭർത്താവിനെ കൊണ്ട് പഠിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ വീണ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബിഗിനറാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നെ പഠിപ്പിച്ചിരുന്ന സാറ് മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിങ്ങനെ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. പഠിക്കണമെന്നുണ്ട്. വീണ എനിക്ക് സെൽഫായിട്ടുണ്ട്. വീണ അറിയില്ല. വീണ അങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും തുടങ്ങി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ പാട്ടിനെ ഒന്ന് കേൾക്കാം. ഓക്കെ, ഗിറ്റാറും കൂടെ എടുക്കാൻ. സെറ്റ്. എന്റെ ലോകം
സൂപ്പർ സൂപ്പർ. ഈ പാട്ടിനകത്ത് നല്ലൊരു സാധനമുണ്ട്. അങ്ങനൊരു സാധനം ഒന്നുകൂടെ ചെയ്യും അത്. ഓക്കെ. പക്ഷെ എന്തായാലും സംഗീത കച്ചേരി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ചേച്ചിക്ക് അതറിയാം. ചേച്ചി, ഞാനായിട്ട് പൊട്ടിക്കണോ സർപ്രൈസ് അത് ചേച്ചിയായിട്ട് പൊട്ടിക്കുന്നോ? സർപ്രൈസ് ഉണ്ടോ? സർപ്രൈസ് ഉണ്ട്. ഓ, ചേട്ടന് സർപ്രൈസേ ഉള്ളൂ. പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ. ഓക്കെ, ഞങ്ങൾ ഈ പ്രോഗ്രാം ആക്ച്വലി ചേട്ടനൊരു പണിയുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഓക്കെ, ചെറിയൊരു പണി, കുഞ്ഞു പണി. ആ പണി എന്താണെന്ന്, കുഞ്ഞുതാണോ വലുതാണെന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷെ ചേച്ചിയാണ് തീരുമാനിക്കുന്നത് ചെറുത് കൊടുക്കണോ വലിയ പണി കൊടുക്കണോ എന്ന്. ഇത്രയും നാൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 29 വർഷത്തെ വിഷമങ്ങളൊക്കെ അടക്കി പിടിച്ച് ചേച്ചി കൊടുക്കൊരു പണി. അതെ, സത്യത്തിൽ എനിക്കൊരു ഭയങ്കര ഗോൾഡൻ ചാൻസ് ആയിരുന്നു കേട്ടാ. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നാളുകളായിട്ടിരിക്കുകയാണ് എവിടെയാണ് എനിക്കൊരു വേദിയില്. നല്ലൊരു അവസരമായിരുന്നു. ആക്ച്വലി മ്യൂസിക് സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനാണെങ്കിൽ ഹീസ് ഗ്രേറ്റ്. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതിനുവേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അതിനുവേണ്ടി മാത്രമേ ഇരിക്കുകയുള്ളൂ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഒരു ഇല പോലും മറിച്ചിടൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് സ്വന്തം ഷർട്ടൊന്ന് ബട്ടൺ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. അല്ല, അത് സ്വന്തം ഇഫക്റ്റാണ്, ഫീലാണത്. അത് വരണം എന്നാലും ശരിയാവുള്ളൂ. അപ്പം ഞാൻ ഓർക്കേണ്ടത് ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ഒന്ന് തുന്നിച്ചാലോ എന്നാണ്. കാരണം മിക്കവാറും അത് തോറ്റു തുന്നം പാടാനാണ് സാധ്യത. നൂല് എന്താണ് നൂലെന്ന് വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ നല്ലൊരു പണി തന്നെയാണ് അത്. ചേട്ടൻ റെഡി അല്ലേ? ഞാൻ റെഡിയാ. ഓക്കെ, ചേച്ചി റെഡി അല്ലേ? ഞാൻ എപ്പോഴേ റെഡി. ഷർട്ടിന്റെ ബട്ടണൊക്കെ പൊട്ടിച്ച് വെച്ചേക്കണം. അല്ലല്ല, ഞാൻ മനഃപൂർവ്വം പൊട്ടിച്ചു. എത്ര ബട്ടൺ? ഒരു 4-5 ഉണ്ട്. ഇതൊക്കെ എനിക്കൊരു അവസരമാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടാ റെഡി? എനിക്ക് പണി തരാൻ വന്നല്ലേ. ഇതൊക്കെ സ്നേഹത്തോട് കൂടില്ല. ചേച്ചി എന്താ, ചേച്ചി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ചേട്ടൻ ഒരു പണി എടുത്ത് കാണാൻ. അതിന് ഞങ്ങൾ കൂട്ടുനിന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാ കൊടുക്കാനുള്ള ടാസ്കിന്റെ റോ മെറ്റീരിയൽ ഒന്ന് എടുത്തിട്ട് വന്നു. തീർച്ചയായിട്ടും, ഒരു മിനിറ്റ് താമസിക്കാതെ ഞാൻ വരുന്നതായിരിക്കും. എന്തൊരു സന്തോഷം. ഐറ്റംസ് ഒക്കെ റെഡിയാണ്. ഇത്ര സന്തോഷം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അതാണ് ബട്ടൺ ഇവിടെയാണല്ലോ. അതിങ്ങനെ നമ്മൾ തയ്ച്ചു വെക്കണം, എന്നാലല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം ഇഷ്ടമുള്ള കളർ എടുക്കുക, സൂചിയുണ്ട്, നൂല് കോർക്കുക, എന്നിട്ട് ഇത് അതിലേക്ക് അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുക. ഈ സൂചിക്കൊന്നും മറ്റേ നൂല് ഓർക്കുന്ന സാധനം ആര് പറഞ്ഞു? അതിനൊക്കെ ഉണ്ട്. ഇല്ല വേറെ എടുത്തിട്ട് ഇതൊക്കെ ഇതിന് നൂലിടാനുള്ള സാധനം. പക്ഷെ ഇത്രയും വലിയ സൂചി വെച്ചിട്ടാണ് എങ്ങനെ ഇത് കുത്തു? അല്ല, തന്നെത്താനെ എടുത്തല്ലേ, ഇവിടെ വേറെ സൂചി ഉണ്ടല്ലോ. ഫൈനലി ഗോട്ട് ഇറ്റ്. ചേട്ടാ ഐശ്വര്യമായിട്ട് ഇതങ്ങ് പിടിച്ചാൽ. ഫൈനലി ഓക്കെ, ആദ്യത്തെ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, അത്ഭുതം. ഏത് സൈഡാന്ന് പോലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഊട്ടയുള്ള സ്ഥലത്തല്ലേ തയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ഈ എപ്പിസോഡ് പോരാണ്ട് വരും കേട്ടോ. നിങ്ങളാരും ശ്രദ്ധിക്കാത്ത വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? എല്ലാ ആണുങ്ങളുടെ ജീൻസിന്റെ റൈറ്റ് പാൻസിന്റെ പോക്കറ്റിന്റെ മേളിൽ ഒരു കുഞ്ഞു പോക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തിനാ? ഇവൻ ഞാൻ കേട്ടേക്കണത് പണ്ടൊരു പോക്കറ്റ് വാച്ച് എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എത്രത്തോളം അത് സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ വിചാരം അത് ഗിറ്റാറിന്റെ പ്ലക്ട്രം, അതായത് സ്ട്രൈക്കർ ഇടാനുള്ള ഗിറ്റാറിസ്റ്റുകൾ. പക്ഷെ അതെങ്ങനെയാണ്? എല്ലാവരും ഗിറ്റാറിസ്റ്റുകളാണോ? എല്ലാവരും ഗിറ്റാറിസ്റ്റ് ആകണം. അല്ല, ഗിറ്റാറിസ്റ്റ് എന്റെ ആഗ്രഹം, സ്വപ്നങ്ങൾ. ഒരുപാട് അനുമാനങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലേ. ചേട്ടൻ എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനത് നിർത്തി കരപ്പാണി എടുക്കുന്നതിന്റെ ഇടയിൽ ഇത് വർത്താനം മാത്രം നടക്കുന്നുള്ളൂ. ചേച്ചി നല്ലൊരു പാട്ട് പാടിക്കൊടുക്കുക. അത് കേട്ടോണ്ട് ഇനി വാസറക്കരുത്, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യൂ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ
ഞാനൊരു പൂമ്പാറ്റയായി മാറി. ഞാൻ ആക്ച്വലി ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വിളിച്ചു കൊണ്ട് സ്റ്റേജിൽ കയ്യെ പിടിച്ച് കൊണ്ട് നിർത്തിയിട്ട് പാടിച്ച ഫസ്റ്റ് സോങ് ആണത്. അതുകൊണ്ട് ഏത് ഉറക്കത്തിലും എനിക്ക് എൻ്റെ ലിറിക്സും ഒക്കെ ഇങ്ങനെ കാണാപ്പാടാണ്. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി. നീരദശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. എന്തായി പാട്ട് കേട്ടിരിക്കാനോ? പാട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മൂന്നെണ്ണം കംപ്ലീറ്റ് കംപ്ലീറ്റ്. എല്ലാം നടക്കും. നമ്മളെ ഒതുക്കിക്കൊണ്ടിരുന്നതാണ്, അതാണ് സത്യാവസ്ഥ. എൻ്റെ ഉള്ളിലൊരു തയ്യക്കാരൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ തിരിച്ചറിവ് തന്നതിന് സൂര്യ കോമഡിക്ക് താങ്ക്സ്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പോലും മെനക്കെടത്താളാം. അതുകൊണ്ട് തന്നെ ടീഷർട്സ് ആണ് കൂടുതലും. കാരണം ഇങ്ങനെ ബട്ടൺസ് ഇടണ്ടല്ലോ. പണിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ സംശയം ഇത് അതിന്റെ ഹോളും ബട്ടണും കറക്റ്റ് ആയിട്ട് വീഴുമെന്നും ഒരു സംശയമുണ്ട്. എത്രത്തോളം ബലം ഉണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ലായികയില്ല. അതെ, അത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചെക്ക് ചെയ്തോ? കഴിഞ്ഞ ഓക്കെ. സോ സക്സസ്ഫുള്ളി 6 ബട്ടൺ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. ഇനി ഇതിന്റെ വിധി നിർണ്ണയിക്കുന്നത് ഞാനല്ല, ചേച്ചിയാണ്. ഓക്കെ ചേച്ചി, കറക്റ്റ് ഹോളിലാണോന്നും അതുപോലെ എത്ര ഉറപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയേ. ഒരെണ്ണത്തിനോ രണ്ടാമത്തേന് ഉറപ്പില്ല. എങ്ങനെയോ മൂന്നാമത്തത് കുഴപ്പമില്ല, നാലാമത്തത് അതിൻ്റെ എന്താ പറയുക നൂലൊക്കെ കുറച്ച് കുരുങ്ങിയൊക്കെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, അതും ലൂസാണ്. അഞ്ചാമത്തത് അതിലും ഇളകിയ പല്ല് പോലെയാണ്. ആറാമത്തത് ഒരുവിധം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെനിക്കൊന്ന് അവസാനത്തെ ആയതുകൊണ്ട് അത്രയും മനസ്സർപ്പിച്ച് ചെയ്ത് കാണും. എന്തായാലും ചെയ്തതിൽ എനിക്ക് ഭയങ്കര അതിശയമുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കറക്റ്റ് വീഴുമോ? ആ വീഴുമായിരിക്കും, അതുകൂടെ നോക്കണമല്ലോ. ഒന്ന് ഇട്ട് നോക്കിയിട്ട് ബട്ടൺ ഇട്ട് നോക്കാം, അതാകുമ്പോൾ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റും. അയ്യോ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ട്. ഒരെണ്ണം പോയി. ഒരു ബട്ടൺ പോയി. പിന്നെ പോകാനുള്ളതൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ ഒന്ന് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഊരിക്കും. ഓക്കെ, അപ്പൊ ഒരു ബട്ടൺ ഊരി പോന്നു. വേറെ ഇവിടെ ഒരു ബട്ടൺ ചെറിയ ചെറിയ
സ്റ്റിച്ചിങ് മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഒരു കാലിലേക്ക് വരുത്തിട്ടുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയാണ് ഞാനല്ല ചേച്ചിയാണ് അതിന്റെ review പറയേണ്ടത്. അല്ല എനിവേ ഇത് തയ്ച്ചതിൽ എനിക്ക് അതിശയം സത്യം പറഞ്ഞാൽ. പിന്നെ ഈ പറയുന്ന കണക്ക് കാരണം ഇങ്ങനെയുള്ള കാര്യത്തിലും അങ്ങനെ ഒരു സെക്കൻഡ് പോലും കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതാണ്. ചേച്ചി ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഇനി ചേച്ചിക്കുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ തരാം. ചേച്ചി പ്രോഗ്രാം കാണുന്ന കാരണം അറിയുന്നുണ്ടായിരിക്കും. ആക്ച്വലി ചേട്ടാ ഞങ്ങൾ ഈ ടാസ്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചേച്ചിക്കും ചെറിയൊരു ഗെയിം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗെയിമാണ് ഗെയിം. അപ്പൊ ഈ ഗെയിമിൽ ചേച്ചി വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടുന്ന് നേരെ റെസ്റ്റോറന്റിലേക്ക് പോകാം. ട്രീറ്റ് ഞങ്ങളുടെ വക ട്രീറ്റ്. ഓക്കെ, പക്ഷെ അതിന് ചേച്ചി ജയിക്കാൻ കൈ ഇപ്പോഴല്ല, അവിടുന്ന് അടിക്കണം. ജയിച്ചിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണ്ടത്. അപ്പൊ ചേട്ടാ കുറച്ച് നേരത്തേക്ക് ചേട്ടന് ഇവിടെ ഇരി, ഞങ്ങളൊന്ന് അവിടെ പോയിട്ട് ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാണ്. ചേച്ചി റെഡിയാണോ? ഏറെക്കുറെ. എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ചെറിയ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ടോ ചേട്ടന് പണി കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ശരി, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ചേച്ചി ഇവിടെ ഒരുപാട് ബോൾസ് ഉണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്. ഓക്കെ, സോ ആദ്യം തന്നെ ചേച്ചി ഒരു ബോൾ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക, എന്നിട്ട് മറച്ചു വെക്കുക. ഇതുവരെ മനസ്സിലായ? ഇനിയാണ് കളി. ഇനി ഇങ്ങനെ 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 കറക്കി 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 ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ചേച്ചി ഇടണം. ഓക്കെ, ആ കാണുന്ന ബോൾ മൊത്തം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി 3 ബോൾ ഇട്ടാൽ മതി. ഓക്കെ, 3 ബോൾ അവിടെ നിന്ന് ഇങ്ങനെ കറക്കി കൊണ്ടുവന്ന് ഫിസിക്സിന്റെ കളിയാണ്. കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുന്നു. പക്ഷെ ചേച്ചിക്ക് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. 1 മിനിറ്റ് ആണ് നമ്മുടെ സമയം. ഈ 1 മിനിറ്റിനകത്ത് ഈ 3 ബോളും ഇവിടെ എത്തിയിരിക്കണം. റെഡിയാണോ? ഓക്കെ, സോ ഇത് ചേച്ചി അങ്ങ് ഏറ്റുവാങ്ങിയാലും. ദൈവമേ, ചേച്ചി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ കൗണ്ട് ഡൗൺ തുടങ്ങും. Your time starts now. ഓക്കെ, 10 സെക്കൻഡിൽ ഒന്നാമത്തെ ബോൾ ചേച്ചി ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ 20 സെക്കൻഡ്. ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും ഓരോ ബോൾ ഇടുന്നുണ്ട്. ഞാൻ പോലും വിചാരിച്ചില്ല എന്തായാലും ഇടുന്ന. ആക്ച്വലി 3 ബോൾ ഇട്ടാ ഓർമ്മയുണ്ടല്ലേ? 30 സെക്കൻഡിനുള്ളിൽ നമ്മളിപ്പോ 5 ബോൾ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി 3 ബോൾ മതിയായിരുന്നു. ചേച്ചിനോട് ഒരു 5 ബോൾ ഇടാൻ പറഞ്ഞത്. ഞാൻ എന്റെ ഒരു ത്രില്ലിന് ഞാനിങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഈ ഒരു ഗെയിമിൽ ചേച്ചി തോറ്റു പോയില്ല എന്ന് ആര് കണ്ടു? അല്ല, അങ്ങനെയല്ലല്ലോ നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണ്ടേ? ഓക്കെ, പക്ഷെ അത് ഞാൻ ജയിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തുകൊണ്ട്? കാരണം ഇത് എനിക്കറിയില്ല പറയാൻ. അങ്ങനെ ചെയ്തു വന്നപ്പോ അതിന്റെ ഒരു ത്രില്ലിൽ ഞാൻ അങ്ങനെ നല്ല സ്പീഡിൽ ചെയ്തപ്പോ ഓക്കെ ആയിരുന്നു. ഞാൻ 3 എണ്ണം കഴിഞ്ഞിട്ട് ഓക്കെ ചേച്ചിയെ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പറയാൻ നിന്നപ്പോ ഓടുന്നു അങ്ങോട്ട് അടുത്ത ബോൾ എടുക്കാനായിട്ട്. പക്ഷെ ഇത് ചേച്ചി തോറ്റുപോയി. 3 എണ്ണല്ലേ ഞങ്ങൾ. പക്ഷെ അത് പ്രേക്ഷകരോട് പറയട്ടെ, കാരണം 3 ബോളിന് പകരം ഞാൻ അതിൽ കൂടുതൽ ഇടുമ്പോൾ ചേച്ചിയെ ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ എന്നെ എടുത്തിട്ട് ട്രോളും. അതുകൊണ്ട് ചേച്ചിയെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും ചേച്ചിക്കും ചേട്ടനും നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു അടിപൊളി ഡിന്നർ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ ഗിഫ്റ്റ്സ് എല്ലാം ഇവിടെ റെഡിയാണ്. ചേട്ടാ, ഗെയിം കണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല പോലെ ചായ അടിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നത്. കറക്കം നല്ലായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചേച്ചിയുടെ ടാർഗറ്റ് എന്താണെന്ന് ചേച്ചി മറന്നുപോയി. അത് അച്ചീവ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനത് ജയിക്കുമെന്ന് ഞാൻ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത് വന്നപ്പോ കൊള്ളാം, നല്ല ത്രില്ലുണ്ട്. കോഴ്സിലൊക്കെ പോയതാണ്. ഓക്കെ, എനിവേ അമ്മ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേരെങ്ങനെയാ? ഏലിക്കുട്ടി. ഓക്കെ, ചേട്ടന്റെ അമ്മ? അതെ, എന്റെ അമ്മ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നതാ അമ്മയ്ക്ക്. ഹാപ്പി? താങ്ക്സ്. ഓക്കെ, ഈ ഗിഫ്റ്റ്സിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ബഡാ ഗിഫ്റ്റ് ഞങ്ങളോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രീറ്റ് ചേട്ടനും ചേച്ചിക്കും. ഓക്കെ, അതിന് ചേട്ടൻ നന്ദി പറയേണ്ടത് സ്വന്തം ഭാര്യയോടാണ്. അതെ, അപ്പോ ആലപ്പുഴ റീജൻസി ക്ലാസിക് റീജൻസിയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അതിനു മുമ്പ് ഇവിടെ ചേട്ടന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്. ബാർ
ബാറല്ലേ? അപ്പൊ ബാറിൽ കയറിയിട്ട് നമുക്ക് ചേട്ടന്റെ കുറച്ച് പാട്ടൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചിട്ട് അവിടുന്ന് നേരെ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മുടെ ഗിഫ്റ്റ് വേണ്ടേ? വേണം. ഓക്കെ, ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് നൽകുന്ന നല്ലൊരു സമ്മാനം മൈ ചോയ്സ് പുട്ട്, 4 ആളറിയുന്ന പുട്ട്. അടുത്തതായി ഫാം ഹൗസിന്റെ നല്ലൊരു ഉപഹാരം, നെയ്യും എണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിന്റെ പാലും തൈരും. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റി സ്പൈസ് പുഡിംഗ് കേക്കിന്റെ അടിപൊളി കേക്ക്. പോലെ ഒരു ടാസ്കും ചെറിയൊരു ഗെയിമും കളിച്ച് ട്രീറ്റ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.